Hi guys. So last class നമ്മൾ 3-phase induction motor സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കി. So next നമ്മൾ നോക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ആണ്. When the stator winding of a 3-phase induction motor is connected to a 3-phase AC supply, a rotating magnetic field of constant magnitude is produced. അതായത് നമ്മളൊരു 3-phase ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ്ങിലോട്ട് ഒരു 3-phase AC സപ്ലൈ കണക്ട് ചെയ്ത് കണക്ഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സപ്ലൈ കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡുള്ള ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ആവും. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടർ കണ്ടക്ടേഴ്സിനെ കട്ട് ചെയ്തിട്ട് അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. The rotating magnetic field cuts the rotor conductors and induces EMF in them. Since the rotor circuit is closed one, the current flows in the circuit in the rotor. ഇനി നമ്മുടെ റോട്ടറിലുള്ള സർക്യൂട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ കറണ്ട് ഈ റോട്ടറിനകത്തൂടെ ഫ്ലോ ചെയ്യും. The current carrying conductor on the rotor interacts with the rotating magnetic field. അപ്പോൾ ഈ റോട്ടറിലുള്ള കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മുടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ദ ഇൻട്രാക്ഷൻ പ്രൊഡ്യൂസസ് എ ടോർക്ക് വിച്ച് കാസസ് ദ റോട്ടർ ടു റൊട്ടേറ്റ് ഇൻ സെയിം ഡയറക്ഷൻ ആസ് എ റൊട്ടേറ്റിംഗ് ഫീൽഡ്. അപ്പോൾ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നത് കാരണം ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ആവും. ഇത് കാരണം നമ്മളെ റോട്ടർ റൊട്ടേറ്റിംഗ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. The speed of rotation of the magnetic field is called synchronous speed and is denoted by the symbol ns. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡ്, അതായത് സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതിനെ നമ്മൾ പറയുന്നതാണ് സിങ്ക്രണസ് സ്പീഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡിനെ പറയുന്നത് സിങ്ക്രണസ് സ്പീഡ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ns. ഇനി നമ്മുടെ സിങ്ക്രണസ് സ്പീഡിനെയും ഫ്രീക്വൻസിയെയും നമ്പർ ഓഫ് പോൾസിനെയും കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതായത് ദ സിങ്ക്രണസ് സ്പീഡ് ns ഈസ് റിലേറ്റഡ് ടു ദ ഫ്രീക്വൻസി f ആൻഡ് ദ നമ്പർ ഓഫ് പോൾസ് p ബൈ ദ എക്സ്പ്രഷൻ ns ഈക്വൽ ടു 120 f/p. അപ്പോൾ എന്താണ് സിങ്ക്രണസ് സ്പീഡ്? ns ഈക്വൽ ടു 120 ഇൻറ്റു ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ്, ദാറ്റ് ഈസ് ns equal to 120 f/p. Once the rotor starts rotating, the relative movement between the stator's rotating field and the rotor conductors is reduced. അപ്പോൾ നമ്മുടെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റേറ്ററിൻ്റെ റൊട്ടേറ്റീവ് ഫീൽഡിനും റോട്ടർ കണ്ടക്ടേഴ്സിനും ഇടയ്ക്കൊരു റിലേറ്റീവ് മൂവ്മെൻ്റ് ഉണ്ട്. അതെന്ത് ചെയ്യും? കുറയാൻ തുടങ്ങും. The induced EMF, the current and its frequency is reduced. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMFും കറണ്ടും പിന്നെ അവിടെയുള്ള ഫ്രീക്വൻസിയും എന്ത് ചെയ്യും? റെഡ്യൂസ് ആവും, കുറയും. ഹെൻസ് ദ റോട്ടർ സ്പീഡ് ഈസ് വെരി ക്ലോസ് ടു ദ സിങ്ക്രണസ് സ്പീഡ്. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് മനസ്സിലാവും? റോട്ടർ സ്പീഡ് സിങ്ക്രണസ് സ്പീഡുമായിട്ട് വളരെ ക്ലോസ് ആണ്. ഇനി ഇഫ് ഇറ്റ് സോ ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ റോട്ടർ വൈൻഡിങ് വിൽ ബിക്കം സീറോ ആൻഡ് ഹെൻസ് നോ ടോർക്ക് വിൽ ബി പ്രൊഡ്യൂസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുവാണ്, നമ്മുടെ റോട്ടർ വൈൻഡിങ്ങിലുള്ള ഇൻഡ്യൂസ്ഡ് EMF സീറോ ആകുമ്പോഴത്തേക്കും ടോർക്കൊന്നും പ്രൊഡ്യൂസ് ആവില്ല. ഹെൻസ് ദ റോട്ടർ സ്പീഡ് ആൾവേസ് റിമെയിൻസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദ സിങ്ക്രണസ് സ്പീഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോട്ടർ സ്പീഡിനെ നമ്മൾ സിങ്ക്രണസ് സ്പീഡിനെക്കാട്ടി സ്ലൈറ്റ്ലി ലെസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സ്ലിപ്പ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ. സ്ലിപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എസ്. ഇപ്പോൾ നമ്മുടെ സിങ്ക്രണസ് സ്പീഡിനും ആക്ച്വൽ റൊട്ടേറ്റർ സ്പീഡ് എന്നിനും ഇടയ്ക്കുള്ള ഡിഫറൻസിനെ വെച്ചിട്ടാണ് നമ്മൾ സ്ലിപ്പ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിങ്ക്രണസ് സ്പീഡ് ns ആൻഡ് ദ ആക്ച്വൽ റോട്ടർ സ്പീഡ് n ഈസ് കോൾഡ് സ്ലിപ്പ്. ഇനി നമ്മൾ ഈ സ്ലിപ്പിനെ ഒരു സിങ്ക്രണസ് സ്പീഡിൻ്റെ തന്നെ ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ദ സ്ലിപ്പ് എസ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ ഫ്രാക്ഷൻ ഓഫ് സിങ്ക്രണസ് സ്പീഡ്, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ns മൈനസ് n ഡിവൈഡഡ് ബൈ ns. ഇനി അതിനെ നമ്മൾ പെർസെൻറ്റേജ് കൊടുക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് ns ഈക്വൽ ടു ns മൈനസ് n ഡിവൈഡഡ് ബൈ ns ഇൻറ്റു 100 എന്ന് വരും.
ഇനി റോട്ടർ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്തുവാണ് പറഞ്ഞത്? ദ റോട്ടർ സ്പീഡ് ഫോർ എനി ഗിവൺ സ്ലിപ്പ് വിൽ ബി n ഈക്വൽ ടു എൻ എസ് മൈനസ് എസ് എൻ എസ് വിച്ച് ഈസ് ഈക്വൽ ടു എൻ എസ് ഇൻറ്റു 1 മൈനസ് എസ്, ദാറ്റ് ഈസ് സിങ്ക്രണസ് സ്പീഡ് ഇൻറ്റു 1 മൈനസ് സ്ലിപ്പ്. The slip increase with load and is necessary for torque production. അപ്പോൾ ലോഡ് കൂടുന്നതനുസരിച്ച് സ്ലിപ്പ് കൂടും, അത് നമുക്ക് ടോർക്ക് പ്രൊഡക്ഷന് ആവശ്യമുള്ളതാണ്. When the rotor is stationary, slip S equal to 1 or 100%. റോട്ടർ സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ എസിൻ്റെ വാല്യൂ എത്രയാണ്? 1 അല്ലെങ്കിൽ 100% ആണ്. ഇനി നമ്മുടെ എസിൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവാൻ പാടില്ല. ഇനി ഇഫ് എസ് ഈക്വൽ ടു 0, ഇനി അങ്ങനെ 0 ആവണമെങ്കിൽ അതിനർത്ഥം എന്തുവാണ്? റോട്ടർ സ്പീഡും സിങ്ക്രണസ് സ്പീഡും ഈക്വൽ ആണ്, അതിലേക്ക് സെയിം ആണ്. അതൊരിക്കലും പോസിബിൾ അല്ല. ദ വാല്യൂ ഓഫ് എസ് ക്യാൻ നെവർ ബി 0. ഇഫ് എസ് ഈക്വൽ ടു 0, ദ റോട്ടർ സ്പീഡ് വിൽ ബി സെയിം ആസ് സിങ്ക്രണസ് സ്പീഡ് വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഇഫ് ദ സ്ലിപ്പ് ഈസ് 0, ഇനി സ്ലിപ്പ് 0 ആണെങ്കിൽ റോട്ടർ എന്ത് ചെയ്യും? റൊട്ടേറ്റീവ് ഫ്ലക്സിനനുസരിച്ച് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കും. അതുകൊണ്ട് റോട്ടറിൽ EMF ഒന്നും ഇൻഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ കറണ്ട് ഫ്ലോയും ഉണ്ടാവില്ല, ടോർക്ക് പ്രൊഡക്ഷനും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഇഫ് സ്ലിപ്പ് ഈസ് 0, ദ റോട്ടർ ബിക്കംസ് സ്റ്റാൻഡ് സ്റ്റിൽ വിത്ത് റെസ്പെക്ട് ടു ദ റൊട്ടേറ്റിംഗ് ഫ്ലക്സ്. സോ നോ EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ടു ദ റോട്ടർ, no current flow, and hence no torque will be developed. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് ആണ്. When an induction motor is not running, the frequency of the current induced in the rotor winding is same as the supply frequency. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോർ റണ്ണിങ് അല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിലുള്ള അതായത് റോട്ടർ വൈൻഡിങ്ങിനകത്ത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസിയും നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും. However, when the rotor is rotating, the frequency of rotor current depends upon relative speed or slip speed. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കോമ വേണമെങ്കിൽ കൊടുത്തോളൂ. When the rotor is rotating, the frequency of rotor. അപ്പോൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോട്ടർ കറണ്ടിൻ്റെ ഫ്രീക്വൻസി റിലേറ്റീവ് സ്പീഡിനെ അല്ലെങ്കിൽ സ്ലിപ്പ് സ്പീഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇഫ് ദ റോട്ടർ സ്പീഡ് n and synchronous speed ns are expressed in revolutions per minute and the frequency f dash of the rotor current is given as. അപ്പോൾ നമ്മൾ റോട്ടർ സ്പീഡിനെ n ആയിട്ടും സിങ്ക്രണസ് സ്പീഡിനെ ns ആയിട്ടും യൂണിറ്റ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആയിട്ടും എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫ്രീക്വൻസി എഫ് ഡാഷ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? എഫ് ഡാഷ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ്, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഈക്വൽ ടു എന്ത് വരും? സ്ലിപ്പ് എസ് ഇൻറ്റു ഫ്രീക്വൻസി എഫ് എന്ന് വരും. ഇവിടുത്തെ എസ് ക്യാപിറ്റൽ എസ് ആക്കിക്കോട്ടോ. എഫ് ഡാഷ് ഈക്വൽ ടു ക്യാപിറ്റൽ എസ് ഇൻറ്റു എഫ്. എസ് എന്തുവാണ്? നമ്മുടെ സ്ലിപ്പ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ 3 phase ഇൻഡക്ഷൻ മോട്ടോർ. സോ ഇതാണ് അതിൻ്റെ ഫിഗർ. സോ ഇവിടെ വരെ നമുക്ക് സ്റ്റേബിൾ മോട്ടോർ ആക്ഷൻ ആണ്. സോ ഇവിടെ മുതൽ ഇവിടെ വരെ അൺസ്റ്റേബിൾ മോട്ടോർ ആക്ഷൻ, ദെൻ ഇവിടെ എത്തുമ്പോൾ ബ്രേക്ക് ആക്ഷൻ. സോ ഫിഗർ ഇങ്ങനെ പോവും ഗ്രാഫ്. സോ ഇവിടെ നമ്മളൊരു ചെറിയ പോർഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ദ ടോർക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ലിപ്പ്. ടോർക്ക് സ്ലിപ്പിനെ കാട്ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ദ ടോർക്ക് സ്ലിപ്പ് കർവ് ഷുഡ് ബി റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ടോർക്ക് സ്ലിപ്പ് കർവ് എങ്ങനെ ഇരിക്കണം? റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കണം. അടുത്ത് നമ്മൾ പറയുന്നത് സ്ലിപ്പിനെ സ്പീഡിനെ റിലേറ്റ് ചെയ്തതാണ്. വെൻ എസ് ഈക്വൽ ടു 0, എൻ എസ് ഈക്വൽ ടു എൻ. അപ്പോൾ സ്ലിപ്പിൻ്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ സിങ്ക്രണസ് സ്പീഡും റോട്ടർ കറണ്ടിൻ്റെ സ്പീഡ് എന്തുമായിരിക്കും? റോട്ടർ സ്പീഡ് എന്തുമായിരിക്കും? എൻ ആയിരിക്കും. വെൻ എസ് ഈക്വൽ ടു 1, എൻ ബിക്കംസ് ഈക്വൽ ടു 0. എസിൻ്റെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ നമ്മുടെ എന്നിൻ്റെ വാല്യൂ എന്താവും? 0 ആയിട്ട് മാറും. ഇനി ദ ടോർക്ക്
at zero motor speed is called starting torque TS. ഈ സീറോ മോട്ടോർ സ്പീഡിലുള്ള ടോർക്കിനെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് TS എന്ന് പറയുന്നത്. When n is less than ns, the maximum torque developed is Tm. എന്നിൻ്റെ വാല്യൂ nsനെക്കാട്ടിയും കുറഞ്ഞിരിക്കുമ്പോൾ അപ്പോഴുള്ള മാക്സിമം ടോർക്ക് വാല്യൂ എത്രയാണ്? Tm. The shaded portion shows normal working condition of the induction motor. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ ഒരു ഷെയ്ഡഡ് പോർഷൻ കണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാണ് ആ ഷെയ്ഡഡ് പോർഷൻ. സോ ഇതെന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ നോർമൽ വർക്കിംഗ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം അതിന് മുന്നേ കഴിഞ്ഞ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് നോക്കുന്നത് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ റൊട്ടേഷണൽ സ്പീഡും വൈ ആക്സിസിൽ ടോർക്കും എടുത്തു. സോ ഫിഗർ ഇങ്ങനെ വരും. ഇതെന്ന് പറയുന്ന ലോക്ക്ഡ് റോട്ടാർ ടോർക്ക്, ഇത് പുള്ളപ്പ് ടോർക്ക്, ഇത് ബ്രേക്ക് ഡൗൺ ടോർക്ക്. ഇങ്ങോട്ട് നമ്മൾ സിങ്ക്രണസ് സ്പീഡും അതായത് റൊട്ടേഷണൽ സ്പീഡും സിങ്ക്രണസ് സ്പീഡും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. സോ ലോക്ക്ഡ് റോട്ടാർ ടോർക്ക്, പുള്ളപ്പ് ടോർക്ക്, ബ്രേക്ക് ഡൗൺ ടോർക്ക്. നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ. സ്ക്വിറൽ ഗേജ് എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കി. അപ്പോൾ സ്ക്വിറൽ ഗേജ് വരുന്ന ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് വൺ, നിയർലി കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയിരിക്കും. ദെൻ സ്റ്റാർട്ടിങ് ടോർക്ക് കുറവായിരിക്കും, പുവർ സ്റ്റാർട്ടിങ് ടോർക്ക്. ദെൻ ഹൈ ഓവർലോഡ് കപ്പാസിറ്റി ഹൈ ആണ്. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, ദാറ്റ് ഈസ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് വെരി ലോ. സ്മോൾ ആൻഡ് ലൈറ്റ് വെയ്റ്റ്, സ്മോളും ആണ് ലൈറ്റ് വെയ്റ്റും ആണ്. ദെൻ പവർ ഫാക്ടർ ഈസ് 0.75 to 0.9 ലാഗിങ്. അപ്പോൾ പവർ ഫാക്ടർ വാല്യൂ എത്രയാണ്? 0.75 to 0.9 ലാഗിങ് ആണ്. ദെൻ സെൻസിറ്റീവ് ടു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസിൻ്റെ അടുത്ത് പെട്ടെന്ന് സെൻസിറ്റീവ് ആണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. ഇവിടെയും കോൺസ്റ്റൻറ്റ് സ്പീഡൊക്കെ തന്നെയാണ്, ദാറ്റ് ഈസ് നിയർലി കോൺസ്റ്റൻറ്റ് സ്പീഡ്. പക്ഷേ ഇവിടെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഹൈ ആണ്, അവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് ലോ ആയിരുന്നു. ഇനി ഹയർ ഓവർലോഡ് കപ്പാസിറ്റി, അത് രണ്ടിടത്ത് സെയിം തന്നെയാണ്, ഹൈ ഓവർലോഡ് കപ്പാസിറ്റി. ദെൻ ഇവിടെ എഫിഷ്യൻസി കുറവായിരിക്കും, ദാറ്റ് ഈസ് ലോവർ എഫിഷ്യൻസി. ദെൻ മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് വെരി ലോ, മെയിൻ്റനൻസ് കോസ്റ്റ് രണ്ടിടത്തും ലോ തന്നെയാണ്. ദെൻ പവർ ഫാക്ടറും സെയിം തന്നെയാണ്, 0.75 to 0.9 ലാഗിങ് തന്നെയാണ്. പിന്നെ എക്സ്ട്രാ വരുന്നത് എക്സ്പ്ലോഷൻ പ്രൂഫ്, ആസ് ദെയർ ആർ നോ ബ്രഷസ് വിച്ച് എലിമിനേറ്റ് ദ റിസ്ക് ഓഫ് സ്പാർക്ലിംഗ്. അപ്പോൾ സ്പാർക്ലിംഗ് എലിമിനേറ്റ് ചെയ്യുന്ന ബ്രഷസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലോഷൻ പ്രൂഫ് എന്ന് പറയണം. ദാറ്റ് ഈസ് നോ ബ്രഷസ് ഉള്ളതുകൊണ്ട് അത് നമ്മുടെ സ്പാർക്കിങ്ങിൻ്റെ റിസ്ക് ഒഴിവാക്കുകയും അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പ്ലോഷൻ പ്രൂഫ് എന്ന് പറയും. നോ ബ്രഷസ് ഉള്ളതുകൊണ്ടാണ് സ്പാർക്കിംഗ് റിസ്ക് ഒഴിവാകുന്നത്. നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻസ് ഓഫ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഹൈ പവറും ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും സ്പീഡ് കൺട്രോളും ഒക്കെ ആവശ്യമുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലിഫ്റ്റ്, പമ്പ്, ജനറേറ്റർ, പ്രിൻറ്റിംഗ് പ്രസ്, എലിവേറ്റേഴ്സ്, ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. സോ നെക്സ്റ്റ് നമുക്ക് ഉള്ളത് ഒരു 5-6 പ്രോബ്ലംസ് ഉണ്ട്. അത് കഴിഞ്ഞാണ് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിലോട്ട് പോകുന്നത്. So first problem, a 6-pole 50 Hz induction motor is running at a speed of 970 rpm. Calculate the synchronous speed and slip in percentage. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി 50 Hz തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പോൾസ് 6, ദെൻ റോട്ടർ സ്പീഡ് എത്രയാണ്? 970 rpm. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് സിങ്ക്രണസ് സ്പീഡ്. സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്തുവാണ്? NS =
120 F by P, that is 120 into F 50 by P യുടെ വാല്യൂ 6, that is 1000 എന്ന് കിട്ടും. 1000 RPM എന്ന് കിട്ടും. Then next കണ്ടുപിടിക്കേണ്ടത് നമുക്ക് സ്ലിപ്പ് ഇൻ പെർസെൻറ്റേജ്. അതിൻ്റെ ഇക്വേഷൻ എന്താ? പെർസെൻറ്റേജ് സ്ലിപ്പ് ഈക്വൽ ടു NS മൈനസ് N ബൈ NS ഇൻറ്റു 100, ദാറ്റ് ഈസ് 1000 മൈനസ് 970 ബൈ 1000 ഇൻറ്റു 100. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ 30 വരും. 30 ബൈ 1000 ഇൻറ്റു 100, ദാറ്റ് ഈസ് 3% എന്ന് നമുക്ക് കിട്ടും. Next question, a 4-pole 3-phase induction motor operates from a supply whose frequency is 50 Hz. Calculate first one the speed at which magnetic field of the stator is rotating. Second one, speed of the rotor when the slip is 0.03%. അല്ലെങ്കിൽ 0.03% വേണ്ട. Then frequency of the rotor current when the slip is 0.04. Then frequency of the rotor current as standstill, that is x equal to 1. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് പോൾസ് തന്നിട്ടുണ്ട്, ദെൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സോ നമുക്ക് സിങ്ക്രണസ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 120 ഇൻറ്റു ഫ്രീക്വൻസി 50 ബൈ നമ്പർ ഓഫ് പോൾസ് 4 ചെയ്യുമ്പോൾ 1500 RPM എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, റോട്ടർ സ്പീഡ് സ്ലിപ്പ് തന്നിട്ടുണ്ട്. സോ റോട്ടർ സ്പീഡ് N ഈക്വൽ ടു സിങ്ക്രണസ് സ്പീഡ് നമുക്ക് കിട്ടി 1500 ഇൻറ്റു 1 മൈനസ് എസിൻ്റെ വാല്യൂ 0.03, ദാറ്റ് ഈസ് 1455 RPM എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി ഓഫ് ദ റോട്ടർ കറണ്ട് വെൻ ദ സ്ലിപ്പ് ഈസ് 0.04. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? F ഡാഷ് ഈക്വൽ ടു F ഇൻറ്റു എസ്, ദാറ്റ് ഈസ് 50 ഇൻറ്റു 0.04, ദാറ്റ് ഈസ് 2 Hz. ഇനി നമുക്ക് ഫോർത്ത് പാർട്ട് ഇവിടെ ഉണ്ട്. ഫ്രീക്വൻസി ഓഫ് ദ റോട്ടർ കറണ്ട് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 1. അതായത് സ്റ്റാൻഡ് സ്റ്റിൽ എസ് ഈക്വൽ ടു 1 ആയിരിക്കുമ്പോഴുള്ള ഫ്രീക്വൻസി. സോ F ഡാഷ് ഈക്വൽ ടു എഫ് എസ്, ദാറ്റ് ഈസ് 50 ഇൻറ്റു എസിൻ്റെ വാല്യൂ എത്രയാണ്? 1, ദാറ്റ് ഈസ് 50 Hz. ഇതെല്ലാം ക്യാപിറ്റൽ എസ് ആണ് കേട്ടോ. ഞാനിവിടെ ഇട്ടപ്പോൾ സ്മോൾ എസ് ആയിപ്പോയി. നിങ്ങളെല്ലാം ക്യാപിറ്റൽ എസ് ആക്കിക്കോ. ഞാൻ കറക്റ്റ് ചെയ്ത് എഴുതാം. സോ ഇങ്ങനെ F ഈക്വൽ ടു ക്യാപിറ്റൽ എസ്. സോ ഇനി ഒരു 4 പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ തുടങ്ങും. സോ താങ്ക് യു ഗൈസ്.